മഡൂറോയെ പിടികൂടി അമേരിക്കയിൽ എത്തിച്ചതിന് പിന്നാലെ വെനസ്വേലയിൽ ജനജീവിതം താറുമാറാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള വെനസ്വേലയിൽ പെട്രോളിന് വെള്ളത്തേക്കാൾ വില കുറവാണ്. 5 ലിറ്റർ പെട്രോളിന് 1 ലിറ്റർ കുപ്പിവെള്ളത്തിന്റെ വിലയെ വരൂ. പാൽ വിലയിലും ഞെട്ടിക്കുന്ന മാറ്റമാണ് തുടരുന്നത്. വെനസ്വേലയിൽ നിലവിൽ കുപ്പിവെള്ളത്തിന് പാലിനേക്കാളും പെട്രോളിനേക്കാളും വിലയുണ്ട്. US ഉപരോധങ്ങളും നീണ്ടുനിന്ന സംഘർഷങ്ങളും രാജ്യത്തെ ശുദ്ധജല ലഭ്യതയും വിതരണ ശൃംഖലയും ഗുരുതരമായി ബാധിച്ചതായി വിദഗ്ധർ പറയുന്നു. എണ്ണ സമൃദ്ധമായിട്ടും ശുദ്ധജലം രാജ്യത്ത് കിട്ടാക്കനിയാകുകയാണെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. 2021 അതിരൂക്ഷമായ പണപ്പെരുപ്പം കാരണം വെനസ്വേലയുടെ കറൻസിയായ ബോലിവർ ഏതാണ്ട് മൂല്യരഹിതമായി. അടിസ്ഥാന സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ ബാഗുകൾ നിറയെ പണവുമായി പോകേണ്ട അവസ്ഥയായിരുന്നു 2021 ഓഗസ്റ്റിൽ. 2021 ആയപ്പോഴേക്കും കണക്കുകൾ പ്രകാരം ജനസംഖ്യയുടെ ഏകദേശം 94% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. പല വെനസ്വേലക്കാരും മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ഭക്ഷണം കണ്ടെത്താൻ നിർബന്ധിതരായി. അപ്പോഴേക്കും ഏകദേശം 50 ലക്ഷം മുതൽ 60 ലക്ഷം വരെ പൗരന്മാർ രാജ്യം വിട്ട് കൊളംബിയ, ബ്രസീൽ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ അഭയം തേടിയിരുന്നു. 2021 US ഡോളർ അനൌദ്യോഗികമായി വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കടന്നുവരുന്നത്. ദേശീയ കറൻസി തകർന്നതോടെ ഡോളർ ഇടപാടുകൾക്കും നിയന്ത്രണങ്ങൾ സർക്കാർ ലഘൂകരിച്ചു. 2026 കാണുന്ന ഡോളർ അടിസ്ഥാനമാക്കിയുള്ള വില നിർണ്ണയം ഈ ഘട്ടത്തിലാണ് പ്രധാനമായും ആരംഭിച്ചത്. പെട്രോളിന് ഇപ്പോഴും വില കുറവാണെങ്കിലും 2021 റിഫൈനറി തകരാറുകളും US ഉപരോധങ്ങളും കാരണം ഇന്ധനത്തിനായി ആഴ്ചകളോളം നീണ്ട ക്യൂവുകൾ രൂപപ്പെട്ടു. 2013 ഏപ്രിലിൽ ഹ്യൂഗോ ഷാവേസിന്റെ മരണത്തെ തുടർന്നാണ് നിക്കോളാസ് മഡൂറോ ആദ്യമായി വെനസ്വേലയുടെ പ്രസിഡന്റായി അധികാരമേറ്റത്. ഏകദേശം 13 വർഷത്തോളം അദ്ദേഹം ഭരണം തുടർന്നു. ഈ കാലയളവിൽ രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ച, രാഷ്ട്രീയ അടിച്ചമർത്തൽ, കൂട്ടത്തോടെയുള്ള കുടിയേറ്റം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ചു. മഡൂറോയുടെ പ്രസിഡന്റ് സ്ഥാനം പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 2018 2024 നടന്ന തെരഞ്ഞെടുപ്പുകൾ അന്താരാഷ്ട്ര നിരീക്ഷകർ സുതാര്യതയും വിശ്വസ്തതയും ഇല്ലാത്തതാണെന്ന് വ്യാപകമായി വിമർശിച്ചു. മഡൂറോയുടെ ഭരണമാണ് വെനസ്വേലയുടെ തകർച്ചയ്ക്ക് കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും മികച്ച സാധ്യതയുള്ള സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു വെനസ്വേല. പതിറ്റാണ്ടുകളായി വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥ എണ്ണ വരുമാനത്തെ ആശ്രയിച്ചിരുന്നു. മഡൂറോയുടെ ഭരണകാലത്ത് കൃഷി, നിർമ്മാണം പോലെയുള്ള മറ്റ് മേഖലകൾ അവഗണിക്കപ്പെട്ടതായുള്ള ആരോപണവും ശക്തമാണ്. 2010കളുടെ മധ്യത്തിൽ ആഗോള എണ്ണവില ഇടിഞ്ഞതും നിക്ഷേപത്തിന്റെ അഭാവം കാരണം ഉൽപാദന അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതും കയറ്റുമതി വരുമാനം ഇടിയാൻ കാരണമായി. വെനസ്വേലയുടെ പൊതുമേഖല എണ്ണ കമ്പനിയായ PDVSA രാജ്യത്തിന്റെ അഭിമാനമായിരുന്നുവെങ്കിലും കാലക്രമേണ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. എണ്ണ ഇതര സാമൂഹിക പരിപാടികൾക്ക് കമ്പനിയെ ചുമതലപ്പെടുത്തിയത് അതിന്റെ പ്രവർത്തന ശേഷിയെ ദുർബലപ്പെടുത്തി. ഇതോടെ എണ്ണ ഉൽപാദനം കുത്തനെ ഇടിഞ്ഞു. ഇത് അടിസ്ഥാന സംവിധാനങ്ങളുടെയും വിദേശ കറൻസിയുടെയും ലഭ്യത കുറവിലേക്ക് നയിച്ചു. വെനസ്വേലയുടെ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ അതിരൂക്ഷമായ പണപ്പെരുപ്പത്തിന് സാക്ഷ്യം വഹിച്ചു. വരുമാനം കുറഞ്ഞതോടെ ചെലവുകൾക്കായി സർക്കാർ വലിയ തോതിൽ കറൻസി അച്ചടിക്കാൻ നിർബന്ധിതരായി. വില കുതിച്ചുയർന്നതോടെ ലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിട്ടു. ജീവിത ചെലവ് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൽ മഡൂറോ സർക്കാർ അവശ്യ വസ്തുക്കൾക്ക് കർശനമായ വില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ജനങ്ങളുടെ അതൃപ്തിക്കിടയിൽ അധികാരം നിലനിർത്തുന്നതിനായി സർക്കാർ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തി. മാധ്യമ സ്വാതന്ത്ര്യം നിയന്ത്രിച്ചു. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തി. ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ നിന്ന് ആവർത്തിച്ചുള്ള വിമർശനങ്ങൾക്ക് കാരണമായി. വെനസ്വേലയുടെ പ്രതിസന്ധി അതിന്റെ മൂർധന്യാവസ്ഥയിൽ ആയിരുന്നപ്പോൾ 7 ദശലക്ഷത്തിലധികം വെനസ്വേലക്കാർ ഭക്ഷണം, സുരക്ഷ, അവസരങ്ങൾ എന്നിവ തേടി വിദേശത്തേക്ക് പലായനം ചെയ്തു. ഈ കൂട്ടപലായനം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ വാദിച്ചു.